ആരിഫ് എന്താണ്? അല്ല, ഇത് വളരെ പച്ചയായ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെ അൻസാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SDPI എന്തോ ഒരു നല്ല ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെയാണെന്നുള്ള രീതിയിൽ. ശരിയാണ്, രാഷ്ട്രീയ പാർട്ടികൾ ആയതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ ബാൻ ചെയ്ത സമയത്ത് SDPI ബാൻ ചെയ്യാൻ പറ്റാതെ പോയത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും ഒരുമിച്ച് പിടിച്ച് പുറത്താക്കേണ്ട സാധനമാണ്. ഉള്ള കാര്യം പറഞ്ഞ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ പറഞ്ഞല്ലോ എന്താ തെളിവുള്ള എന്നുള്ളത്. ഇവിടെ പറഞ്ഞു, ഈ ഹിജാബിന്റെ ഉദാഹരണം തന്നെ എടുക്കുക. അതായത് തുടക്കത്തിൽ എന്താ പറഞ്ഞത്, ഈ പറയുന്ന SDPIക്ക് ബന്ധമൊന്നും ഇല്ല എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് അവസാനം ഇതേ വേദിയിൽ തന്നെയാണ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ആ ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് SDPIയുടെ ഒരു പ്രവർത്തകൻ സമ്മതിച്ചു, ഞങ്ങളാണ് ഈ സാധനത്തിന് ഇറങ്ങി തിരിച്ചത് എന്നവർ പച്ചയ്ക്ക് സമ്മതിക്കുന്ന ഇവിടുന്ന് കണ്ടതാണ്. അതായത് അൻസാരി ഇപ്പോൾ പറയുന്നത് ഞങ്ങളല്ല പിതാവായിരുന്നു, ഇപ്പോഴും അൻസാരി അതാണ് പറയുന്നത്. രണ്ടു മൂന്ന് ഉദാഹരണം പറഞ്ഞുതരാം. ഇത് ഒരെണ്ണം അല്ലേ ചോദിച്ചുള്ളൂ, ഞാൻ 4 പറഞ്ഞുതരാം. ഇത് 4 എല്ലാത്തിലും വളരെ മികച്ച കണക്ക് ഈ SDPIയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്ക് 4 തന്നെ പറയാം. ഒന്ന്, ഈ ഹിജാബിന്റെ ഉദാഹരണം തന്നെ എടുക്കുക. ഇനി രണ്ടാമത്തത് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഒരു വാട്സപ്പ് ഹർത്താൽ നടത്തി. ആ ഹർത്താൽ ഒരെണ്ണം നടത്തിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നടത്താറുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തുമ്പോൾ അവരെന്താ ചെയ്യാറ്? അവര് പകൽ വെളിച്ചത്തിൽ വന്നിട്ടാണ് ഹർത്താൽ നടത്തുക. അവര് പച്ചയ്ക്ക് പറയും, ഇതേ ഞങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ വരുന്നു. നിങ്ങൾ അതാണോ ചെയ്തത്? നിങ്ങൾ ഒരു വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ അതിന്റെ പിന്നിൽ ഈ കരുക്കൾ നീക്കിക്കൊണ്ട് അത് ഇത് തന്നെയാണ് പ്രശ്നം. പറയല്ലേ എന്റെ ആരിഫ് കള്ളനാണോ എന്ന് കൃത്യമായിട്ട് അറിയാം. പച്ച കള്ളം പറയുന്ന ഒരാളാണ് ആരിഫ്, അത് കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഈ വിഷയത്തിൽ കള്ളം പറയുന്നത് SDPI ആണോ വാക്സിൻ നടത്തിയത്? ഈ പറയുന്ന സാധനത്തിൽ പിടിക്കപ്പെട്ടതിന്റെ തെളിവുകൾ ഇന്നും പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ നിങ്ങളും തമ്മിലുള്ള ആ അവിശുദ്ധ ബാന്ധവത്തിന്റെ ഓരോ കഥകളും ഇന്നിപ്പോ ഇവിടെ ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അന്വേഷണം RSSകാര് അച്ചാരം തരുന്നുണ്ടെങ്കിൽ, RSSകാര് പൈസ തരുന്നുണ്ടെങ്കിൽ അതിനുള്ള കൂറ് RSSകാരത്ത് കാണിച്ചോ? ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇതും തെളിയിക്കാൻ കഴിയില്ല. താങ്കളല്ല ഇതിനേക്കാൾ വലിയ സംഭവം പറഞ്ഞൊക്കെ തെളിയിക്കുന്നത് എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. ആ ഇടപാടൊന്നും ഇനി ഇവിടെ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ആളുകളെ ആരിഫല്ല, ആരിഫിന്റെ മൂത്താപ്പ വന്നാലും ആരിഫ്, ഇതിനകത്ത് ഈ നെയ്യാറ്റിൻകരയിലെ ഈ വിഷയത്തിൽ SDPI പ്രവർത്തകനല്ല, അല്ലെ SDPIയുടെ എന്തെങ്കിലും ഒരു പദവിയുള്ള ആളല്ല ഈ പരാതി കൊടുത്തിരിക്കുന്നത്, SDPIയുടെ ലെറ്റർ ഹെഡിലല്ല. ഇത് അൻസാരി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇക്കാര്യം. 4-മത്തെ ഒരു ഉദാഹരണം കൂടിയുണ്ട്. ഈ കണ്ണൂര് ഒരു സ്ത്രീ ഇവിടെ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യുന്ന വിഷയം എന്തായിരുന്നു? അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാനെന്ന് പറഞ്ഞിട്ട് അവര് മീറ്റിംഗ് കൂടി SDPIയുടെ ഓഫീസിലാണ്. അപ്പൊ എങ്ങനെയാണ് അവിടെ എത്തുന്നത്? SDPIയുടെ ഓഫീസ് ഈ നാട്ടിൽ എന്താ പോലീസും പട്ടാളമൊന്നും ഇല്ലേ? എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്യങ്ങളുണ്ട്. കള്ളം പറയാനോ ആഹാരം കഴിക്കാനോ. ശരി ആരിഫ്, അൻസാരി രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നില്ല. അൻസാരി എന്താണ് നിങ്ങൾ പറയുന്നത് കേൾക്കൂ, അൻസാരി പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ആരിഫ് രണ്ടുപേരും കൂടെ പറയുമ്പോൾ കേൾക്കുന്നില്ല. ആരിഫിന്റെ ശബ്ദം മുറിഞ്ഞു പോകുന്നതുകൊണ്ട് ഒന്ന് നിശബ്ദനായിരിക്കും. അൻസാരി പറഞ്ഞു തീർക്കൂ.